41 ദിവസം നീണ്ടുനിന്ന തീർത്ഥാടന കാലത്തിന് പരിസമാപ്തി. സന്നിധാനത്ത് നിന്ന് മണ്ഡല പൂജ നടന്നു. രാത്രി ഹരിവരാസനം പാടി തിരുനട അടയ്ക്കും. മകരവിളക്ക് മഹോത്സവത്തിനായി മാസം 30-ന് വീണ്ടും ക്ഷേത്രനട തുറക്കും. ശരണമന്ത്രങ്ങളാൽ നിറഞ്ഞ 41 ദിവസത്തെ വ്രതകാലത്തിനാണ് ഇന്ന് പരിസമാപ്തി കുറിക്കുന്നത്. രാവിലെ 10:30-ന് സന്നിധാനത്ത് മണ്ഡലപൂജ നടന്നു. തങ്കയങ്കി ചാർത്തിയ ഭഗവാനെ ദർശിച്ച് ഭക്തർ മലയിറങ്ങി. കഴിഞ്ഞ 2 ദിവസമായി തുടർന്ന ഭക്തജന തിരക്കിന് ഇന്ന് നേരിയ ശമനമുണ്ടായി. മല കയറിയെത്തിയ പരമാവധി ഭക്തർക്കും ദർശനം ഉറപ്പാക്കാനായിരുന്നു പോലീസിന്റെ ശ്രമം. ശബരിമലയിൽ മനുഷ്യസാധ്യമായ എല്ലാം ചെയ്യുന്നുണ്ടെന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. മകരവിളക്കിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയെന്നും മന്ത്രി വ്യക്തമാക്കി. ഇവിടെ മനുഷ്യസാധ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ എല്ലാം പ്രതീക്ഷയ്ക്ക് അപ്പുറത്തുള്ള ഭക്തരുടെ ഒഴുക്കാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ ഒഴുക്കിനും നിയന്ത്രിക്കാനും അതുപോലെ തന്നെ ഭക്തർക്ക് വരുന്ന ആളുകൾക്ക് എല്ലാ തരത്തിലുള്ള ദർശനത്തിന് വേണ്ടിയുള്ള സഹായങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണ് ഇവിടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തിച്ചു വരുന്നത്. കുറേ കൂടി ഇനി അടുത്ത സീസൺ എന്ന് പറയുന്നത് കുറച്ചും കൂടി തിരക്ക് കൂടാൻ സാധ്യതയുണ്ട്. ഈ 30-ാം തീയതി നട തുറക്കുമ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ ഭക്തരെത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ഇപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ ചർച്ച നടത്തിയിട്ടുണ്ട്. വീണ്ടും സംയുക്തമായിട്ടുള്ള ചർച്ചയും ഇന്ന് നടക്കും. നാഗാലാൻഡ് ഗവർണർ ലാ ഗണേഷും മണ്ഡലപൂജ തൊഴാൻ ശബരിമലയിൽ എത്തിയിരുന്നു. ഇന്ന് രാത്രി 11-ന് ഹരിവരാസനം പാടി തിരുനടയടക്കും. മകരവിളക്ക് ഉത്സവത്തിനായി ഈ മാസം 30-നാണ് വീണ്ടും നട തുറക്കുന്നത്. അസാധാരണമായ തിരക്കിന് കൂടി സാക്ഷ്യം വഹിച്ച ഒരു മണ്ഡലകാലമാണ് പൂർണ്ണമാകുന്നത്. ഇനി മകരവിളക്ക് മഹോത്സവത്തിനായുള്ള കാത്തിരിപ്പാണ്. ക്യാമറമാൻ രഞ്ജിത്ത് മോഹനൊപ്പം കിരൺകുമാർ, ജനം, സന്നിധാനം.